രാവിലെ തന്നെ ഇവിടുന്ന് ഓലൊക്കെ ആയിട്ട് വരുന്നേ? ഞാൻ ഓലെടുക്കാൻ പോയതല്ലടാ, എന്നോട് പറയാനേ ഞാൻ പെട്ട് മാനെ ഓലെവിടെ ഇരിക്കട്ടെ, പോകുമ്പെടുക്കാലോ. ഇന്നലെ മൂത്താപ്പി മൂത്തിമ്മി വന്നിന്ന്. എന്നോട് പറയാ ഓർക്കേന്ന് അറിഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. അതെന്താ ഇന്നലെ മൂത്താപ്പന്റെ വിളിച്ച് പറഞ്ഞത് ഉമ്മാനോട് വിവാത്തോ ഞങ്ങളാണ്ട് വരണുണ്ട് ഒരു 4 മണിക്ക്, ഞങ്ങൾക്ക് വേഗം പോകുമാണെന്ന്. അപ്പൊ ഉമ്മ പറഞ്ഞു ഏടാ മൂത്താപ്പി മൂത്തിമ്മി വന്നിട്ട് കുറെ ആയില്ലേ, അത് വേഗം പോവും ചെയ്യും, ഇജ്ജ് അവിടെ പോയി കുറച്ച് പൊറാട്ടി മേടിച്ചോണ്ടേ അറിഞ്ഞു. അങ്ങനെ പൊറാട്ടി അരച്ച് മേടിച്ച് ഞങ്ങള് എന്നിട്ട് ഓർക്ക് കൊടുത്തിട്ടാ. അപ്പൊ ഉമ്മ എന്താ വിചാരിച്ചു ഓരിപ്പോ പോകുന്നു വിചാരിച്ച്. അപ്പൊ ഓര് അറിഞ്ഞ ഇമ്മ എന്നോട് പറയാ എന്റെ അമ്മാന്റെ ഒരു വാക്ക് വെക്കും. ഉമ്മ അറിഞ്ഞേ താത്ത കാക്ക എന്തായാലും പെരേല് ഓരോ ആരും ഇല്ലല്ലോ, നിങ്ങൾ നാളെ പോകാറുണ്ട്. അപ്പൊ മൂത്തം പറഞ്ഞു അത് പറ്റൂല എന്റെ വിവാത്തോ, പെരേക്ക് ഞാൻ പോണോന്ന് പറഞ്ഞു. അവിടെ കോഴിക്കളൊക്കെ ഉണ്ട്, അതിനൊക്കെ കുടിച്ചിട്ടിക്കണത്രേ. ഇനി അതിനൊക്കെ രാവിലെ വിട്ടാക്കണ്ടേ, അതുകൊണ്ട് പോണെന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞു എന്തായാലും നിങ്ങൾക്ക് നാളെ രാവിലെ അവിടെ പോയാൽ മതി പറഞ്ഞു. അപ്പൊ മൂത്താപ്പ പറഞ്ഞു ഇന്ന് അങ്ങനെ ആയിക്കോട്ടെ, ഇനി വിവാഹത്തിനൊരു വിഷമം വേണ്ടല്ലോ. അത് കേട്ടപാട് ഉമ്മ ഇന്നൊന്നൊരു നോട്ടം നോക്കി. ഇമ്മ എന്താ വിചാരിച്ചിങ്ങനെ അങ്ങനെ പറഞ്ഞാല് ഒരു വേഗം പോകും നിക്കുന്നൊന്നും ഉമ്മ വിചാരിച്ചിട്ടില്ല. അങ്ങനെ മോനെ രാത്രിക്കൊക്കെ എന്തെങ്കിലും വേണ്ടേ. അപ്പൊ ഉമ്മ അറിഞ്ഞു ഇതപ്പ ചെയ്യാ, മീന് വാങ്ങിട്ടില്ല. ഞാൻ പറയാൻ ഒരു വാക്ക് പറയും ചെയ്തു, പഠിച്ചവനൊക്കെ എന്താ ചെയ്യാ. കുഞ്ഞാപ്പ പോയിട്ട് വലിയ മീനൊക്കെ മേടിച്ചു വന്നിട്ട് ഞാൻ മീനും അതൊക്കെ മേടിച്ച് കൊടുത്ത് ഉമ്മ കായ് എന്നിട്ട് ഞാൻ ഒറ്റക്കല്ലേ പ്രകാശാറ്റാനും പോയതിട്ടാ 100 രൂപയ്ക്ക് ഇറച്ചി വാങ്ങി. ആഴ്ചയില് കായ് വേണ്ടേ പൊച്ചു കൊടുക്കാൻ വേണ്ടിട്ട്. അങ്ങനെ മോനെ ഉറക്കം കിട്ടാൻ എന്താ രാത്രി ആയപ്പോ മൂത്തും പറഞ്ഞു ഇമ്മാനോട് ഒരു കാര്യം ചെയ്യും വിവാത്തോ, നമുക്ക് മൂത്താപ്പും കുഞ്ഞാപ്പും കൂടി ഒരു റൂമിൽ കിടന്നോട്ടെ, ഞമ്മക്ക് ഉണ്ടാക്കും ഒരു മുറി കിടക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് മൂത്താപ്പി കൂടി ഒരു മുറിയിൽ കിടന്നു, ഉമ്മി മൂത്തുമ്മ കൂടി ഒരു മുറിയിൽ കിടന്നു. എന്നോട് മൂത്താപ്പ രാത്രി 12-3 മണിക്ക് ഒക്കെ കോർക്കാൻ വരിക്കാൻ ഉറക്കം കിട്ടണ്ട എന്നോട് പറയാന്. അങ്ങനെ ഞാനും ഒന്നുണ്ട് ഉറങ്ങുമ്പോ മൂത്താപ്പ ലൈറ്റാണ്ട് എന്നിട്ട് എന്തിനാ മൂത്ര കഴിക്കാന് ഞാപ്പോ ഏടാ ഞാൻ മൂത്ര കഴിച്ച് വരട്ടെ. ഒരിക്കല്ല 2 ഇരിക്കല്ല 100 ഇരിക്കല്ല മൂത്താപ്പ എണിച്ച് മൂത്രയ്ക്കാൻ പോവാ. എന്റെ ഉറക്കൊക്കെ പോയി. ഞാൻ മൂത്താപ്പാണ്ട് മൂത്താപ്പാക്കാണെങ്കിൽ ഷുഗറിന്റെ അസുഖണ്ടേ അല്ലേ, അപ്പൊ മൂത്രയ്ക്കാൻ പോവും. അത് കഴിഞ്ഞ് ഞാനൊന്ന് കിടന്ന് ഉറങ്ങി. ഒരു സുബൈബാൻ കൊടുത്തിട്ടുണ്ടല്ലോ ഒരു തട്ടിമുട്ട്. മൂത്തും പറഞ്ഞിട്ട് പോത്തു പോലെ കെടുക്കാടാ കുഞ്ഞാപ്പോ പോയി സുബൈ നിസ്കരിക്കടാറിട്ട് ഒരു അടി. അല്ലാ എന്നോട് പറയാന് ഞാനങ്ങനെ 2-3 ദിവസമായി കുളിച്ചിട്ട് മൂത്തുമാട് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇമ്മാറി ചേട്ടൻ ചക്കാച്ചി കുളിച്ചോട്ടാന്ന് പറഞ്ഞു. മോനെ ഞാൻ രാവിലെ തണുപ്പത്ത് കുളിച്ച് നിസ്കരിച്ച് മൂത്താപ്പാന്റെ അപ്പൊ എന്നിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചപ്പണ്ട് മൂത്താപ്പ പറഞ്ഞു രാവിലേക്ക് എന്താണ് പത്തിരി ഉണ്ടാക്കിക്കോളി, കോഴിമുട്ട വേണ്ടട്ടോ, അവിടെ തറാവുള്ളത് കുഞ്ഞാപ്പ് പോയിട്ടേ താറാവിന്റെ മുട മേടിച്ചോണ്ടേർന്നു. അങ്ങനെ മോനെ ഇമ്മ മനക്കല്ല അത് 50 രൂപ കജ്ജിയിലും തന്നു. ഞാൻ ഇവരെ തറാവിന്റെ അടുത്ത് പോയി വെക്കുമ്പോ ഇവര് പറഞ്ഞു തറാവിന്റെ ആൾക്കാർ അങ്ങോട്ട് താറാവിനേറ്റ് പോയിക്കുന്നു. താറാവിനേറ്റ് അവിടെ പോയേക്കുമ്പോ മോനെ എന്നോട് പറയാ തറാവിന്റെ മുടന്റെ ആൾക്കാര് പറഞ്ഞ് നിങ്ങൾ നേരത്തെ വരണ്ട, എന്നാലും തറാവും കൂടെ കിട്ടുള്ളൂ. അങ്ങനെ എന്നോട് പറയാൻ അവിടെ തറാവും മുടില്ല, ഒരു മുടില്ല. പിന്നെ കട തുറന്നാക്കുമ്പോ ആ കടക്കാരൻ പറഞ്ഞു കട തുറന്നിട്ടില്ല അവിടെ. വേറെ ആളെ കണ്ടോളൂ കട തുറന്നിട്ടില്ല. ഞാനിപ്പോ എന്നോട് പറയാ ഞാനിപ്പോ എന്താ ചെയ്യാഴ്ച ഇങ്ങോട്ട് വരികയാണ്. അപ്പോഴൊരു ഓലമാടല് കണ്ടിട്ട് അപ്പൊ വെറുതെ വെള്ളം മഴയായിട്ട് നാശാവണ്ടാച്ച് ഞാൻ എടുത്തതാണ്. കിട്ടിയതാഴ്ചയിട്ട് പോകുന്നാവൂലേ? കിട്ടിയതാഴ്ചട്ട് വെക്കാണ്. ഇനിയിപ്പോ എന്താ പാടാവും അമ്മ ഒരുങ്ങിക്കണ്. ചിലപ്പോ ഇനി മൂത്താപ്പ എന്താണ് ഇതന്നെ ഉണ്ടാവും, ചോറയൊക്കെ ഉണ്ടാവൂല, അപ്പൊ ബിരിയാണി ഒക്കെ വെക്കാറല്ലേ. അല്ല എന്താ കാട്ടുന്നിട്ട് അവര് ഒരു കാട്ടില് ഒരു ഈ തറാമൂടെ കാത്തുന്നിട്ട് ചായ കുടിക്കാണ്ട് കാത്തുക്കണേ. താറാമൂടെ കിട്ടിയില്ലല്ലോ, എന്താ ചെയ്യാ? തറാമൂടെ കുട്ടിയില്ല. എന്നോട് പറയാം ഞാൻ പോയി വെക്കട്ടടാ, എന്തേലും ഇപ്പൊ പറയണോ സൂത്രം പറയണോ. ഇന്നലത്തെ എന്താണ് ഉമ്മ താറാവിനൊക്കെ അവിടുന്ന് കൊണ്ടുപോയി കൊണ്ടുപോയി. അപ്പൊ മൂത്താപ്പാനും കോഴിമൂടെ വാങ്ങിക്കൂടെന്ന് അറിയോ.
പോയും ആ കോഴിമൂട് വാങ്ങാൻ കട തുറന്നിട്ടില്ലടാ. അപ്പൊ എന്നാ കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ ഞാൻ വന്ന് നോക്കാൻ വെച്ചിട്ടാണ്. എന്നാ കുഞ്ഞാപ്പ് പോയോക്ക്. ഞാൻ പോവില്ല, ഞാൻ ഓലെടുത്തിനെ പോവുള്ളൂ. ഓലൊക്കെ എടുത്തോ. എന്താ പാടാവാ, നീ ഇന്ന് പോകണ്ട, ഒന്നും അറിയില്ല. അല്ലെങ്കിൽ ഉച്ച ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയേക്കാരം അത് തിന്നിട്ട് പോയിക്കോട്ടെ. പറഞ്ഞാല് തിന്നാലോ? അനക്ക് തിന്നലാണ് മെയിന്. ആടാ ഞാൻ പോയിട്ടാ. എന്നാ പോയിക്കോ.